നമ്മളെല്ലാവരും സ്ഥിരമായി ഓതുന്ന, നമ്മുടെയൊക്കെ നാവിൽ മൗലിദ് എന്ന് കേൾക്കുമ്പോൾ ആദ്യമായി ഓടി വരുന്നത് മങ്കൂസ് മൗലിദാണ്. അപ്പം മങ്കൂസ് മൗലിദുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് അത് വിശദീകരിക്കുകയാണ്. മൗലിദ് കഴിക്കേണ്ട രൂപം എങ്ങനെയാണ്? പല ആളുകൾക്കും ഉസ്താദെ ഞങ്ങൾ മൗലിദ് കഴിക്കാൻ, ഞങ്ങൾ മൗലിദിൻ്റെ സദസ്സിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്, അപ്പോൾ ഈ വീട്ടിൽ ഞങ്ങൾ പെണ്ണുങ്ങൾ മൗലിദ് കഴിക്കുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ രൂപം? ഇൻഷാ അല്ലാഹ് വിശദീകരിക്കുന്നുണ്ട് ഇന്നത്തെ ക്ലാസ്സിൽ. അപ്പോൾ മൗലിദ് കഴിക്കേണ്ട രൂപം ആദ്യം എന്ത് പറയണം, രണ്ടാമത് എന്ത് പറയണം, അത് നമ്മൾ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ മൗലിദ് കഴിച്ചാൽ, മൗലിദ് ഓതിയാൽ, നമ്മുടെ വീട്ടിൽ ഓതിയാൽ കിട്ടുന്ന വമ്പൻ പ്രതിഫലങ്ങൾ എണ്ണി നമ്മൾ ഇൻഷാ അല്ലാഹ് 8 വലിയ പ്രതിഫലങ്ങൾ നമ്മൾ എണ്ണി പറയുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് കേട്ടു നോക്കണേ, ഇത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ മറന്നു പോകരുത്. മൗലിദിൻ്റെ സദസ്സിലിരിക്കുമ്പോൾ നമ്മൾ പാലിക്കേണ്ട 9 മര്യാദകളുണ്ട്. മൗലിദിൻ്റെ സദസ്സിൽ പാലിക്കേണ്ട ചില മര്യാദകൾ. ഒരാൾ മൗലിദിൻ്റെ സദസ്സിൽ ഇനിയുള്ള ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് അല്ലാഹു തആല കൊടുക്കുന്ന പ്രതിഫലം വല്ലാത്ത പ്രതിഫലമാണ്. സ്വർഗത്തിൽ മുത്തായ ഹബീബിൻ്റെ കൂടെ നമുക്ക് ഒരുമിച്ച് ചേരാൻ പറ്റും. മഹ്ശറയിൽ സ്വാലിഹീങ്ങളോടൊപ്പമായിരിക്കും അയാൾക്ക് സ്ഥാനമുണ്ടാവുക. മാത്രമല്ല, ഒരു മനുഷ്യൻ മൗലിദിൻ്റെ സദസ്സിൽ പങ്കെടുക്കുമ്പോൾ അയാളുടെ കൂടെ ആ മൗലിദിൽ പങ്കെടുക്കാൻ വേണ്ടി കടന്നു വരുന്ന ആളുകൾ ആരൊക്കെയാണെന്ന് നമുക്ക് മഹാനായ ഇമാം സുയൂത്തി തങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. മൗലിദിൻ്റെ സദസ്സിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, മൗലിദ് ഓതേണ്ട രൂപം എങ്ങനെയാണ്, അതുപോലെ തന്നെ മൗലിദ് ഓതുന്ന സദസ്സിൽ പാലിക്കേണ്ട മര്യാദകൾ, മൗലിദ് ഓതിയാൽ കിട്ടുന്ന നേട്ടങ്ങൾ, എന്താണ് മൗലിദ്, മൗലിദ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്, വിശദമായ ഒരു ചർച്ച ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ കേൾക്കാം. അവസാനം വരെ വീഡിയോ കാണണം, മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ ഒരിക്കലും മറക്കണ്ട. അല്ലാഹു നമ്മളെ സ്വാലിഹീങ്ങളിൽ പെടുത്തട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. خذ بيدي قلت حيلتي أدركني مرادي يا رسول الله. خذ بأيدينا قلت حيلتنا أدركنا مرادنا يا صفي الله. പ്രിയം നിറഞ്ഞ ഉമ്മമാരെ, ഉപ്പമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിപ്പോൾ ചൊല്ലിയ സ്വലാത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ പ്രതിസന്ധികളും മാറ്റി, എല്ലാ പ്രയാസ പ്രശ്നങ്ങളും രോഗങ്ങളും അല്ലാഹു തആല മാറ്റി നൽകി എല്ലാവിധ ഖൈറും സന്തോഷവും സമാധാനവും നമുക്കും നമ്മളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്. പരിപാവനമായ റബീഉൽ അവ്വൽ അല്ലാഹു തആല നമുക്ക് വളരെ അനുഗ്രഹമായിട്ടാണ് ഈ റബീഉൽ അവ്വൽ മാസം തന്നിട്ടുള്ളത്. അതൊക്കെ നമുക്കറിയാം. ഒരുപാട് ഉമ്മമാർ ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഉപ്പമാരും. ഉസ്താദെ ഞങ്ങൾ റബീഉൽ അവ്വലിന് ഉംറക്ക് പോവുകയാണ്. ആ പറഞ്ഞവരിൽ പല ആളുകളും ചിലപ്പോൾ മദീനയിൽ എത്തിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ മക്കത്ത് എത്തിയിട്ടുണ്ടാകും, അല്ലെങ്കിൽ പല ആളുകളും ആ ഉംറ കർമ്മത്തിന് വേണ്ടിയുള്ള യാത്ര തയ്യാറെടുപ്പിലായിരിക്കും. അല്ലാഹു തആല അവരുടെയൊക്കെ യാത്രയിൽ എല്ലാവിധ ഖൈറും നൽകട്ടെ, സലാമത്തും നൽകട്ടെ, ബറക്കത്തിലാക്കട്ടെ. നമുക്കുമൊക്കെ താമസിയാതെ മുത്തഹബീബിൻ്റെ ചാരച്ചെന്ന് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് ഖൽബ് നിറയെ പറയാൻ അല്ലാഹു ഈ ദിവസത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് നമുക്ക് എല്ലാവർക്കും ഉദവി നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാ. പരിശുദ്ധമായ ഈ റബീഉൽ അവ്വൽ മാസം, ഈ റബീഉൽ അവ്വൽ മാസം പിറന്നു. അതായത് ബുധനാഴ്ച മഗ്രിബോട് കൂടി നമ്മൾ നിലാവ് കണ്ടു, പിറ കണ്ടു. അപ്പോൾ എന്നാണ് ഉസ്താദെ നബിദിനം? പലരും ചോദിക്കുന്നുണ്ട്, പല ആളുകൾക്കും അറിയാം, എന്നാലും അറിയാത്തവർക്ക് ഒന്നുകൂടി പറഞ്ഞു തരാം. 2024 ഈ വർഷം, ഈ മാസം, നമ്മളിപ്പോൾ ഉള്ള സെപ്റ്റംബർ മാസം 16-ാം തീയതി തിങ്കളാഴ്ചയാണ് പരിശുദ്ധമായ നബിദിനം, റബീഉൽ അവ്വൽ 12. അല്ലേ? അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചതപ്പോഴാ? ക്രിസ്താബ്ദം 571 ഏപ്രിൽ 21 തിങ്കളാഴ്ച സുബഹിയോടടുത്ത സമയം. അല്ലേ? ഇത് ഏപ്രിൽ മാസമല്ല എന്ന് മാത്രം, ഇത് സെപ്റ്റംബർ മാസമാണ്. സെപ്റ്റംബർ മാസം 16-ാം തീയതി ഒരു തിങ്കളാഴ്ചയാണ്. അപ്പോൾ നബിതങ്ങൾ ജനിച്ചത് ഒരു തിങ്കളാഴ്ചയാണ്. ഈ പ്രാവശ്യത്തെ നബിദിനം വരുന്നതും തിങ്കളാഴ്ച. ഇത് ഒരു അപൂർവമായ, വല്ലപ്പോഴും ഇങ്ങനെ തിങ്കളാഴ്ച നബിദിനം വരാറുള്ളൂ. പലപ്പോഴും ചൊവ്വാഴ്ച അല്ലെങ്കിൽ ബുധൻ, വ്യാഴം, വെള്ളി അങ്ങനെ മാറി തിരിഞ്ഞൊക്കെയാണ്. ഇത് തിങ്കളാഴ്ച തന്നെ നമുക്ക് നബിദിനം തിങ്കളാഴ്ചയാണ്. ഗൾഫുകാരെ സംബന്ധിച്ചിടത്തോളം, ഒമാൻ ഒഴികെ ബാക്കിയുള്ള ഗൾഫ് രാജ്യങ്ങളിലൊക്കെ അവർക്കൊക്കെ ഒരു ദിവസം മുന്നേ നമ്മളെക്കാൾ കൂടുതൽ നിലാവ് കണ്ട കാരണത്താൽ അവർക്ക് വരുന്നത് 15-ാം തീയതി ഞായറാഴ്ചയാണ്. ഗൾഫിലുള്ള ആളുകൾക്ക്, പ്രവാസികൾക്കൊക്കെ നബി
നബിദിനം വരുന്നത്. അപ്പോൾ അൽഹംദുലില്ലാ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിലും ഒന്ന് ഉണർത്തി എന്ന് മാത്രം. അല്ലാഹു തആല ഈ പരിശുദ്ധമായ ഈ നബിദിനവുമായി ബന്ധപ്പെട്ട് റബീഉൽ അവ്വലുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും അല്ലാഹു സ്വീകരിക്കട്ടെ. പ്രത്യേകിച്ച് അൽഹംദുലില്ലാ റബീഉൽ അവ്വൽ ഒന്നാമത്തെ രാവ് മുതലേ നമ്മൾ പള്ളികളിലും അതുപോലെ തന്നെ നമ്മുടെ വീടുകളിലും എന്തിനേറെ നമ്മുടെ ചാനലിൽ പോലും അൽഹംദുലില്ലാ മഗ്രിബിന് ശേഷം നമ്മൾ ഓതുന്ന മൗലിദ് അത് മങ്കൂസ് മൗലിദാണ്. അപ്പോൾ നമ്മുടെ ചാനലിൽ അൽഹംദുലില്ലാ എല്ലാ ദിവസവും മഗ്രിബിന് ശേഷം നമ്മൾ മങ്കൂസ് മൗലിദിൻ്റെ ആദ്യത്തെ ദിവസം നമ്മൾ മങ്കൂസ് മൗലിദ് മുഴുവനായും ഓതിയിട്ട് നമ്മൾ മജ്ലിസ് നടത്തിയിരുന്നു. അൽഹംദുലില്ലാ അതിലൊക്കെ ഏകദേശം 2000-ലധികം കമൻറ്റുകളാണ്, ദുആ വസിയത്തുകളാണ് സഹോദരിമാരും ഉപ്പമാരും ഉമ്മമാരൊക്കെ എഴുതി വിടുന്നത്. അള്ളാഹുവെ പടച്ചോനെ, അതൊക്കെ ഒരുപാട് പേര് ഒരുപാട് പ്രയാസങ്ങൾ പറഞ്ഞ് മുറാദുകൾ ഹാസിലാവാനൊക്കെ പറഞ്ഞ് ദുആ വസിയത്ത് പറഞ്ഞവരാണ്. അള്ളാഹു എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ ഹാസിലാക്കി കൊടുക്കട്ടെ, വിഷമങ്ങൾ മാറ്റി കൊടുക്കട്ടെ. എല്ലാ കമൻറ്റുകളും വായിക്കുന്നുണ്ട്, പക്ഷേ അതിനൊക്കെ ഓരോന്നിനും മറുപടി ഇങ്ങനെ എഴുതി വിടാനുള്ള പ്രയാസം കാരണം പള്ളിയൊക്കെ നിങ്ങൾക്കറിയാമല്ലോ, ഒരു ഉസ്താദായാൽ പ്രത്യേകിച്ച് റബീഉൽ അവ്വൽ ആയാൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരക്കും ഓട്ടമൊക്കെ ആയിരിക്കും. ആ ഒരു തിരക്ക് എനിക്കും ഉണ്ട്. അപ്പോൾ അല്ലാഹു തആല നമ്മുടെ ജോലികളിലൊക്കെ എല്ലാവിധ ഖൈർ തരട്ടെ, എല്ലാവിധത്തിലുള്ള ടെൻഷനുകളിൽ നിന്നും അല്ലാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപ്പോൾ ആരൊക്കെ ദുആ വസിയത്ത് പറയുന്നു ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി എല്ലാ സമയത്തുള്ള ദുആയിലും നിങ്ങളുടെയൊക്കെ ദുആയിൽ നമ്മളെ ഉൾപ്പെടുത്തണം. അതുപോലെ തന്നെ നമ്മുടെയൊക്കെ ദുആയിൽ നിങ്ങളും ഉണ്ടാകും. അല്ലാഹു തആല നമ്മുടെ സദസ്സിനെ സ്വീകരിക്കുമാറാവട്ടെ. അപ്പോൾ മങ്കൂസ് മൗലിദ്, ഉസ്താദേ മൗലിദ് എന്നാണോ മൗലൂദ് എന്നാണോ പറയേണ്ടത്? പലരും പറയുന്നത് മൗലൂദിന് പോകുന്നില്ലേ, മൗലൂദ് ഉണ്ടല്ലോ, മൗലൂദ് എന്നല്ല, കറക്റ്റ് അതിൻ്റെ ഉച്ചാരണം മൗലിദ് എന്നാണ്. എന്താണ് ഈ മൗലിദ് എന്ന വാക്കിൻ്റെ അർത്ഥം? ജനിച്ച സ്ഥലം, അല്ലെങ്കിൽ ജനിച്ച സമയം, ജനിച്ച ആൾ, ജനിച്ച സന്ദർഭം, അങ്ങനെ പല അർത്ഥത്തിനും മൗലിദ് എന്ന വാക്ക് ഉപയോഗിക്കും. മൗലിദ് എന്ന് നമ്മുടെ മനസ്സിൽ വരുമ്പോൾ നമുക്ക് പ്രധാനമായും മനസ്സിലേക്ക് ഓടി വരുന്നത് മങ്കൂസ് മൗലിദാണ്. മങ്കൂസ് മൗലിദുണ്ട്, ഷറഫുല്ലന മൗലിദുണ്ട്, അതുപോലെ ബദർ മൗലിദുണ്ട് അല്ലേ. നമ്മൾ ഈ റബീഉൽ അവ്വൽ മാസത്തിൽ ഏറ്റവും കൂടുതൽ ഓതുന്നത് മങ്കൂസ് മൗലിദാണ്. മങ്കൂസ് മൗലിദ് ഓതും, അതുപോലെ തന്നെ ഷറഫുല്ലന മൗലിദ് എന്ന് പറഞ്ഞാൽ ലോകത്താകമാനം മുഅ്മിനീങ്ങൾ ഓതുന്ന ഒരു മൗലിദാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ ഓതുന്ന മൗലിദാണ്. മങ്കൂസ് മൗലിദ് പ്രധാനമായും കേരളത്തിലാണ് കൂടുതലായി ഓതുന്നത്. കാരണം ആ മങ്കൂസ് മൗലിദ് രചിച്ചത് തന്നെ മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകളാണ്. അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകൾ രചിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച സമയത്തുണ്ടായ നബി തങ്ങൾ ജനിച്ച സന്ദർഭവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല അനുഭവങ്ങളും അത് ഗദ്യരൂപത്തിലും പദ്യരൂപത്തിലും എഴുതിയ ഒരു സമാഹാരമാണ് മങ്കൂസ് മൗലിദ്. ഫത്തുഹുൽ മുഈൻ രചിച്ച, അതുപോലെ അദ്കിയ രചിച്ച, അതുപോലെ തന്നെ പോർച്ചുഗീസുകാരോട് യുദ്ധം ചെയ്ത് നമുക്ക് സ്വാതന്ത്ര്യം വാങ്ങിക്കിട്ടണം, നമുക്ക് സ്വാതന്ത്ര്യം വാങ്ങണം എന്ന് നമുക്ക് കുഞ്ഞാലി മരക്കാർ ഉൾപ്പെടെയുള്ള സ്വാതന്ത്ര്യ സമര സേനാനിമാർക്ക് വലിയ ഊർജം പകർന്നു കൊടുത്ത തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്ന സ്വാതന്ത്ര്യ സമര വിപ്ലവം എഴുതിയ ആ വലിയ ഗ്രന്ഥമുണ്ട്. ഇതൊക്കെ എഴുതിയത് മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകൾ രചിച്ച മങ്കൂസ് മൗലിദ്. ഇത് രചിക്കാനുള്ള കാരണമുണ്ട്. അതായത് വർഷങ്ങൾക്ക് മുമ്പ് പൊന്നാനിയിലെ വലിയ ജുമുഅത്ത് പള്ളിയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ അതിൽ നിന്നും ഒരു തീരുമാനം അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടാവണം, അതിന് നിങ്ങൾ അള്ളാഹിൻ്റെ ഹബീബിനെ തവസ്സുലാക്കി എന്തെങ്കിലും ഒന്ന് എഴുതണേ എന്ന് ആളുകൾ വന്ന് പറഞ്ഞപ്പോൾ മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ എഴുതിയതാണ്. മഹാനവറുകൾ അത് ആ ഒരു മൗലിദ് എഴുതാനുള്ള കാരണം തന്നെ ആ മൗലിദിൽ തന്നെ മഹാനവറുകൾ പറയുന്നുണ്ട്. قد حل بما قد علمت من الأذى والظلم والضعف الشديد فأسعدي يا رب صل على النبي محمد منجي الخلائق من جهنم في غدي. എന്താ, എനിക്ക് ഒരുപാട് പ്രയാസങ്ങളുണ്ടായി, ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി, ഒരുപാട് ബലഹീനതകളുണ്ടായി. ഇതൊക്കെ എനിക്കുണ്ടായത് അങ്ങ് അറിയുന്നില്ലേ നബിയേ, അതിൽ നിന്നും എന്നെ താങ്കൾ രക്ഷപ്പെടുത്തണേ എന്ന് മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ തന്നെ ആ ഒരു മൗലിദിൽ പറയുന്നുണ്ട്. അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളും സങ്കടങ്ങളൊക്കെ ഉണ്ടായപ്പോൾ മഹാനവറുകൾ എഴുതിയതാണ് ഈ മങ്കൂസ് മൗലിദ്. അപ്പോൾ അതുകൊണ്ട് നമുക്കും പ്രശ്നങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും വരുമ്പോൾ മങ്കൂസ് മൗലിദ് ഓദിക്കോ, അതെന്നുള്ള കാവൽ കിട്ടുമെന്ന് മഹാനവറുകൾ പറയാതെ നമ്മളോട് പറഞ്ഞു തരുകയാണ്. രണ്ടാമത്തെ കാരണം, പൊന്നാനിയിലും അതിൻ്റെ പരിസരങ്ങളിലുമൊക്കെ
കോളറ അത് പടർന്നു പിടിക്കുന്നു. അതിൽ നിന്നും രക്ഷ കിട്ടാൻ വേണ്ടി മഹാനവറുകൾ രചിച്ചതാണ്, സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ രചിച്ചതാണ് മങ്കൂസ് മൗലിദ്. ഇത് അബൂ മുഹമ്മദ് വൈലത്തൂരി റഹ്മത്തുള്ളാഹി അലൈഹി എന്ന ബാവ ഉസ്താദിൻ്റെ മങ്കൂസ് മൗലിദിൻ്റെ വ്യാഖ്യാനത്തിൽ മഹാനവറുകൾ ഈ രണ്ട് കാരണവും കൊണ്ടാണ് മങ്കൂസ് മൗലിദ് എഴുതാൻ ഉണ്ടായ സന്ദർഭമെന്ന് വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ കോളറ, അതുപോലെ തന്നെ കൊറോണയുടെ സമയത്തൊക്കെ ഉസ്താദുമാർ വ്യാപകമായിട്ട് പറഞ്ഞിരുന്നു, നമുക്ക് ഇതൊരു വല്ലാത്തൊരു പരീക്ഷണമാണ്, പകർച്ചവ്യാധിയാണ്. ഈ കോളറ പോലെ ഒരു പകർച്ചവ്യാധി ഉണ്ടായ സമയത്താണ് അതിൽ നിന്നും രക്ഷ കിട്ടാൻ മങ്കൂസ് മൗലിദ് മഹാനവറുകൾ രചിച്ച് അതെല്ലാവരും നാട്ടുകാരൊക്കെ ഓതി അതിൽ നിന്നുള്ള രക്ഷ കിട്ടിയത്. അതുകൊണ്ട് ഈ കൊറോണയുടെ സമയത്ത് നമ്മളിത് പതിവാക്കണേ, നമ്മളിത് ഓതണേ, നമ്മളിത് ആരക്കണേ എന്ന് മഹാന്മാരായ ഉസ്താദുമാരെ പറഞ്ഞു തന്നിരുന്നു. നമ്മളൊക്കെ അത് ചെയ്തവരാണ്. അല്ലാഹു തആല എല്ലാവിധത്തുള്ള പകർച്ചവ്യാധികളെ തൊട്ടും നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. മങ്കൂസ് മൗലിദിന്റെ അവസാനം ഒരു ദുആയുണ്ട്. ആ ദുആ അത് വല്ലാത്ത ഒരു പവറുള്ള ഒരു ദുആയാണ്. സ്വലാത്തൻ തുൻജീനാ ബിഹാ മിൻ ജമീഇൽ അഹ്വാലി വൽ ബലിയാത് വതുസല്ലിമുനാ ബിഹാ മിൻ ജമീഇൽ അസ്ഖാമി വൽ ആഫാത് വതുതഹിറുനാ ബിഹാ മിൻ ജമീഇസ് സയ്യിആത് വതഗ്ഫിർ ലനാ ബിഹാ ജമീഅൽ ഖതീആത് വതഖ്ലീലനാ ബിഹാ ജമീഅൽ ഹാജാത് എന്ന് പറഞ്ഞ ആ ദുആയുണ്ട്. ഈ ദുആ ആരാണ്? മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾക്ക് പറഞ്ഞു കൊടുത്തത് മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു തആല അൻഹുവാണ്. ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ ആരാ? വലിയ സൂഫിയാൻ, വലിയ പണ്ഡിതനാൻ. മഹാനവറുകളാണ് ഇത് പറഞ്ഞു കൊടുത്തത്. ആ പറഞ്ഞത് കേട്ടിട്ടാണ് മഹാനവറുകൾ ഈ മൗലിദിൻ്റെ അവസാനം ഈ ദുആ കൊണ്ടുവന്നത്. അതായത് എല്ലാ തരത്തിലുള്ള ഷർറ്, ബല, മുസീബത്ത്, ആപത്ത്, കണ്ണേർ, സിഹർ എല്ലാത്തിനെ തൊട്ടുള്ള കാവലും ആ ഒരു മൗലിദിൻ്റെ അവസാനത്തെ ദുആയിൽ ഉണ്ട്. എല്ലാ ദിവസവും കഴിയുന്നത് പോലെ മങ്കൂസ് മൗലിദ് ഓതിയിട്ട് ദുആരക്കുന്നത് നമ്മുടെ എല്ലാ കാര്യങ്ങളും റാഹത്തിലാവാനും അതുപോലെ തന്നെ അസുഖങ്ങളൊക്കെ മാറാനും അത് വലിയ ഒരു ശിഫ ആണ്, വലിയൊരു മന്ത്രമാണെന്ന് ഒരുപാട് മഹത്തുക്കൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അമ്പങ്കുന്ന് ബീരാൻ ഔലിയ ഉപ്പാപ്പ ഉണ്ട്, ഒരു വലിയൊരു മഹാനാണ്, ഔലിയാണ്, വലിയാണ്. മഹാനവറുകളുടെ അടുക്കൽ ആരെങ്കിലും ചെന്ന് എനിക്ക് ഇന്നാലിൻ്റെ പ്രശ്നമുണ്ടെന്നൊക്കെ പറയുമ്പോൾ മഹാനവറുകൾ പറയുന്നു, ഇൻഷാ അല്ലാഹ് ഞാൻ ദുആ ചെയ്യാം, പക്ഷേ നിങ്ങൾ 40 ദിവസം തുടർച്ചയായി മങ്കൂസ് മൗലിദ് ഓതിയിട്ട് പ്രത്യേകം ദുആ ചെയ്യുക എന്ന് മഹാനവറുകൾ പറയുമായിരുന്നു. അപ്പോൾ ഔലിയാക്കന്മാർ പോലും ഈ മങ്കൂസ് മൗലിദിനെ പറ്റി ഇങ്ങനെ പറയണമെങ്കിൽ അത് വല്ലാത്തൊരു മൗലിദ് തന്നെയാണ് അല്ലേ? പിന്നെയോ മഹാനായ കമാലുദ്ദീൻ ഉമറുൽ ഖാദിരി റളിയല്ലാഹു തആല അൻഹു മഹാനവറുകളും മഹാനവറുകളുടെ മകൻ ഹുസൈൻ ഖാദിരി തങ്ങളും വീട് പണി വേഗത്തിൽ നടന്നു കിട്ടാൻ നിത്യം മങ്കൂസ് മൗലിദ് ഓതാൻ നിർദ്ദേശിക്കുമായിരുന്നു. ആരെങ്കിലൊക്കെ വീടുണ്ടാവാൻ ദ്വാരക്കണേ, വാടക വീട്ടിലാണ്, സ്വന്തമായൊരു വീടുണ്ടാവാൻ, അല്ലെങ്കിൽ വീട് പണി നടക്കുകയാണെന്നൊക്കെ പറയുമ്പോൾ ഈ മങ്കൂസ് മൗലിദ് ഓതിയിട്ട് ദ്വാരക്കാൻ പറയുമായിരുന്നു. ഒരുപാട് മൗലിദുകളിൽ നിന്നും എടുത്തിട്ടുള്ള മൗലിദിൻ്റെ ശകലങ്ങളാണിത്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിക്കുന്ന സമയത്തുണ്ടായ അത്ഭുത സംഭവങ്ങളൊക്കെ വിശദീകരിക്കുന്ന മൗലിദാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് മറ്റു മൗലിദുകളിൽ നിന്നും കുറച്ച് എടുത്തിട്ടുള്ളത് കൊണ്ട് ഇതിന് മങ്കൂസ് ചുരുക്കപ്പെട്ടത്, ചുരുക്കിയെടുത്തത് എന്നൊക്കെ ഇതിന് അർത്ഥമുണ്ട്. അപ്പോൾ ഏതായാലും നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് മങ്കൂസ് മൗലിദ് ഓതിയാൽ കിട്ടുന്ന നേട്ടങ്ങൾ, മങ്കൂസ് മൗലിദ് എങ്ങനെയാണ് ഓതേണ്ടത്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. മങ്കൂസ് മൗലിദിന് 5 ഹിക്കായത്താണ്, 5 ബൈത്താണ്. അതായത് 5 ഹിക്കായത്ത് എന്ന് പറഞ്ഞാൽ ഗദ്യരൂപത്തിൽ സുബ്ഹാനല്ലദീ അത്ലഅ ഫീ ശഹ്രി റബീഉൽ അവ്വൽ ഖമറ നബിയിൽ ഹുദാ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിക്കുന്ന സമയത്തുണ്ടായ സംഭവങ്ങൾ അതൊരു ഗദ്യരൂപത്തിൽ പറയും. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നബി തങ്ങളെ പുകഴ്ത്തിക്കൊണ്ട് പദ്യം പാടും, ബൈത്ത് പാടും. അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അശ്ശഫീഇൽ അബ്തഹി വൽ ഹബീബിൽ ആറബി. വൽ ഹബീബിൽ യാ റബി എന്നാണ് പല ആളുകളും പറയും. വൽ ഹബീബിൽ യാ റബി എന്നല്ല, ആറബി എന്നാണ്. എല്ലാവരും ഒന്ന് പറഞ്ഞേ, മങ്കൂസ് മൗലിദ് ഓതുമ്പോൾ ഭൂരിഭാഗം ആളുകളും തെറ്റിക്കുന്ന ഒരു ബൈത്താണിത്. അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അശ്ശഫീഇൽ അബ്തഹി വൽ ഹബീബിൽ ആറബി. യാ റബി എന്നല്ല, വൽ ഹബീബിൽ ആറബി, അറബി എന്ന വക ആറബി എന്നാണ്.
അതുപോലെ തന്നെ അടുത്ത ഹിക്കായത്ത് ഓതിക്കഴിഞ്ഞ് പിന്നെ നമ്മൾ അടുത്ത പദ്യം, പിന്നെ അത് കഴിഞ്ഞ് മൂന്നാമത്തെ ഹിക്കായത്ത്, പിന്നെ മൂന്നാമത്തെ ബൈത്ത്, അത് കഴിഞ്ഞ് നാലാമത്തെ ഹിക്കായത്ത്, നാലാമത്തെ ബൈത്ത്, അഞ്ചാമത്തെ ഹിക്കായത്ത്, അഞ്ചാമത്തെ ബൈത്ത് കഴിഞ്ഞ് പിന്നെ നമ്മൾ പറഞ്ഞ ദുആ. ഇതിപ്പോൾ 5 ഹിക്കായത്തും 5 ബൈത്തും ഇടവിട്ടിടവിട്ടാണ് നമ്മൾ മങ്കൂസ് മൗലിദിൽ ഓതാറുള്ളത്. അപ്പോൾ ഗദ്യം ഗദ്യമായിട്ട് തന്നെ, പദ്യം പദ്യമായി, ബൈത്ത് ബൈത്തായിട്ട് തന്നെയാണ് ഓതേണ്ടത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ആ മൗലിദായിരിക്കും ഒരു പക്ഷേ കൂടുതലായി നമ്മുടെ പള്ളികളിലും നമ്മുടെ വീടുകളിലും നമ്മുടെ പരിസരത്തൊക്കെ ഈ റബീഉൽ അവ്വൽ മാസത്തിലും അതല്ലാത്ത സമയത്തുമൊക്കെ നമ്മൾ കൂടുതലായി ഓതുന്നത് മങ്കൂസ് മൗലിദാണ്. അപ്പോൾ മൗലിദ് ഓതുക അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്തും നബിതങ്ങൾ ജനിക്കുന്നതിന് മുമ്പും ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ തന്നെ നബിതങ്ങളെ പറ്റിയുള്ള ഈ മദ്ഹുകൾ പറയുക, നബിതങ്ങളെ പുകഴ്ത്തി പറയുകയുണ്ട്. മൗലിദ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പുകഴ്ത്തി പറയുക, അതിനാണ് മൗലിദ് എന്ന് നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ പറയുന്നത്. നബിതങ്ങളെ പറ്റി പുകഴ്ത്തി പറയുന്നത് എന്തുണ്ടോ അതൊക്കെ മൗലിദാണ്. ഇപ്പോൾ ചില ആളുകൾ പറയും, ഉസ്താദ് ഞങ്ങൾക്ക് ഈ കിതാബ് നോക്കിയിട്ട് മൗലിദ് ഓതാൻ അറിയില്ല. വേണ്ട, നിങ്ങൾക്ക് സ്വലാത്ത് ചൊല്ലാലോ. സ്വലാത്തും മൗലിദാണേ. സ്വലാത്ത് കുറച്ച് ആൾക്കാർ കൂടിയിരുന്നിട്ട് കുറച്ച് സ്വലാത്ത് ചൊല്ലുന്നു, അതും എന്താണ്? മൗലിദിൻ്റെ സദസ്സാണ്. കുറച്ച് ആളുകൾ കൂടിയിരുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിത കാലത്തുണ്ടായ ചില സംഭവങ്ങൾ നബിതങ്ങളെ പറ്റി വെറുതെ പറയുന്നു, പച്ച മലയാളത്തിൽ പറയുന്നു, അതും എന്താണ്? മൗലിദാണ്. നബിതങ്ങളെ പറ്റി എവിടെയൊക്കെ ചർച്ച ചെയ്യുന്നുണ്ടോ അതൊക്കെ മൗലിദാണ്. അതാണ് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഹവ്വ ഉമ്മയാകുന്ന നമ്മുടെ വല്ലുമ്മയെ നമ്മുടെ വല്ലുപ്പ കല്യാണം കഴിച്ചു. എന്താ മഹർ കൊടുത്തത്? നബിതങ്ങളുടെ മൗലിദാൻ. എന്ത്? സ്വലാത്ത് 10 ചൊല്ലിയിട്ട് അതാണ് മഹർ കൊടുത്തതെന്നാണ്. അവിടെ വെച്ച് നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദ് ആദം നബി തുടങ്ങി വെച്ചത് ഇന്ന് പരമ്പരയായി നമ്മൾ ചെയ്തു വരുന്നു. എത്രയോ പ്രവാചകന്മാർ കൈമാറി മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം, മൂസാ നബി, അതുപോലെ ഇബ്രാഹിം നബി, യൂസുഫ് നബി, യാക്കൂബ് നബി, സുലൈമാൻ നബി, ഈസാ നബി തുടങ്ങി ഒരുപാട് പ്രവാചകന്മാർ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി നല്ലത് പറഞ്ഞു. നല്ലത് നബിതങ്ങളെ പറ്റി നല്ലത് പറയുക അത് മൗലിദാണ്. അപ്പോൾ അത് മൗലിദാണ്. നബിതങ്ങളുടെ കാലത്ത് മദീന പള്ളിയിൽ ചില സ്ഥാനങ്ങൾ കൊടുത്തിരുന്നു. ആർക്ക്? 2 പേർക്ക്. ഒന്ന് മഹാനായ കഅബ് ബിൻ സുഹൈർ റളിയല്ലാഹു അൻഹു, രണ്ടാമതായത് മഹാനായ ഹസ്സാൻ ബിൻ സാബിത്ത്. രണ്ടും നബിതങ്ങളുടെ കാലത്തുണ്ടായ കവികളാണ്. നബിതങ്ങളുടെ മൗലിദ് പ്രത്യേകമായി പറയുന്ന 2 കവികളായിരുന്നു ഈ 2 സ്വഹാബിമാർ. അപ്പോൾ ആദ്യം മൗലിദ് ഓതേണ്ട രൂപം ഞാനൊന്ന് പറഞ്ഞു തരാം. ആദ്യം തന്നെ നമ്മൾ അൽ ഫാത്തിഹ ഓതുന്നു. അത് കഴിഞ്ഞ് സൂറത്തുൽ ഇഖ്ലാസ് ഓതുന്നു, സൂറത്തുൽ ഫലഖ് ഓതുന്നു, സൂറത്തുൻ നാസ് ഓതുന്നു. അത് കഴിഞ്ഞ് ചെറിയ രൂപത്തിലൊന്ന് ദ്വാരക്കുക. അത് കഴിഞ്ഞ് നമ്മൾ നേരെ മൗലിദിലേക്ക് കടക്കുകയാണ്, അല്ലേ? മൗലിദ് കിതാബ് എടുക്കുക, അതിൻ്റെ ഒരു ഹിക്കായത്ത്. അത് കഴിഞ്ഞ് പിന്നെ ഒരു ബൈത്ത് ഉണ്ടാകും. മങ്കൂസ് മൗലിദിൽ തന്നെ അല്ലെ ആദ്യത്തെ ഹിക്കായത്ത് ഓതി സുബ്ഹാനല്ലദി അത്ലഅ ഫീ ശഹ്രി റബീഉൽ അവ്വൽ ഖമറ നബിയിൽ ഹുദാ എന്ന് തുടങ്ങുന്ന ആ ഒന്നാമത്തെ ഹിക്കായത്ത് ഓതിയിട്ട് പിന്നെ നമ്മൾ പറയുന്നത് അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അശ്ശഫീഇൽ അബ്തഹി വൽ ഹബീബിൽ അറബി അന്ത തത്ലുഉ ബൈനനാ ഫിൽ കവാകിബി കൽബുദൂർ ബൽ വഅശ്റഫു മിൻഹു യാ സയ്യിദി ഖൈറൻ നബി. ഇതാണ് മങ്കൂസ് മൗലിദിന്റെ തുടക്കം, അല്ലേ? അതിന്റെ അർത്ഥമൊക്കെ ഇൻഷാ അല്ലാഹ് മങ്കൂസ് മൗലിദ് മാത്രം അതിനെ പരിചയപ്പെടുത്തി മാത്രം നമുക്ക് മറ്റൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ നമുക്ക് പറയാം കേട്ടോ. അത് കഴിഞ്ഞ പിന്നെ യാ റബ്ബി സ്വല്ലി അലൻ നബി മുഹമ്മദി മുൻജിൽ ഖലായിഖി മിൻ ജഹന്നമ ഫീ ഗദി. പിന്നെയോ സ്വലാത്തും വ തസ്ലീമു വ അസ്കാ തഹിയതി അലൽ മുസ്തഫൽ മുഖ്താരി ഖൈറിൽ ബരിയതി. അതുപോലെ തന്നെ സ്വല്ലി റബ്ബൽ ആലമീന അലാ സയ്യിദിൽ കൗനൈനി വസ്സുറുജി. ഇതൊക്കെയാണ് മൗലിദിൽ പറയുന്നത്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ അത്ഭുതങ്ങൾ അതൊക്കെ വിവരിക്കുന്നതാണ് ഈ മങ്കൂസ് മൗലിദിലൊക്കെ ഉള്ളത്. അപ്പോൾ മൗലിദ് ഓതുക. ഇനി ഈ മൗലിദ് ഓതിയാൽ കിട്ടുന്ന നേട്ടം എന്താ? കേട്ടോ, മൗലിദ് ഓതിയാൽ കിട്ടുന്ന നേട്ടം മഹാനായ ഇമാം സുയൂത്തി തങ്ങൾ
മഹാനായ ഇമാം സുയൂത്തി തങ്ങൾ വസായിൽ എന്ന് പറയുന്ന ഒരു കിതാബിൽ പറയുന്നുണ്ട്, മൗലിദ് ഓതിയാൽ കിട്ടുന്ന നേട്ടങ്ങൾ വിവരിക്കുന്നു. എന്താണ്? ഒരുപാട് നേട്ടങ്ങളുണ്ട്. കഹത്തിനെ തൊട്ടുള്ള കാവലുണ്ടാകും. കഹത്ത് എന്ന് പറഞ്ഞാൽ ജലക്ഷാമം, വെള്ളമില്ലായ്മ, വരൾച്ച, അതിനെ തൊട്ടുള്ള കാവലുണ്ടാകും. രണ്ടാമത്തേത് വബാ, മാറാവ്യാധികളെ തൊട്ടുള്ള കാവലുണ്ടാകും. മൂന്നാമത്തേത് വൽ ഹറക, കത്തി നശിച്ചു പോകുന്നൊരവസ്ഥ, തീപിടുത്തം, അത് ഉണ്ടാവാതിരിക്കാൻ മൗലിദ് ഓതിക്കോ, നമുക്ക് കാവലുണ്ടാകും. നാലാമത്തേത് അറഖ്, മുങ്ങി മരണത്തെ തൊട്ടുള്ള കാവലുണ്ടാകും. അഞ്ചാമത്തേത് വല്ലാഫാത്തി വൽ ബലിയാത്ത്, മറ്റ് പരീക്ഷണങ്ങൾ, കടമാവട്ടെ രോഗമാവട്ടെ അങ്ങനെയുള്ള പരീക്ഷണങ്ങളെ തൊട്ടുള്ള കാവലുണ്ടാകും. ആറാമത്തേത് കണ്ണേറ്, അസൂയ, സിഹർ, കരിനാക്ക്, അതുപോലെ തന്നെ കൊതിവെക്കുക, ഇതിനെ തൊട്ടുള്ള കാവൽ കിട്ടാൻ മൗലിദ് ഓതുകൾ നമ്മൾ പതിവാക്കേണ്ടതാണ്. ഏഴാമത്തേത് നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് കിട്ടാൻ മൗലിദ് ഓതേണ്ടതുണ്ട്. അതുപോലെ എട്ടാമത്തേത് ഹുസ്നുൽ ഖാത്തിമ, നല്ല മരണം കിട്ടാനും നമുക്ക് മൗലിദ് ഓതാൻ പറ്റുന്നതാണ്. മൗലിദ് ഓതിയാൽ കിട്ടുന്ന നേട്ടങ്ങൾ ഈ 8 നേട്ടം മാത്രമല്ല, ഇനിയും ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് മഹത്തുക്കൾ പറഞ്ഞു തരുന്നുണ്ട്. അല്ലേ? റബീഉൽ അവ്വൽ മാസത്തിൽ പ്രത്യേകം നമ്മൾ മൗലിദ് ഓതിയാൽ ഒരുപാട് മഹത്തുക്കൾ നമുക്ക് പറഞ്ഞു തരുകയാണ്. ഒരു മനുഷ്യൻ ഏതൊരു വീട്ടിലാണോ, ഏതൊരു മുസ്ലിമിൻ്റെ വീട്ടിലാണോ മൗലിദ് ഓതുന്നത്, ആ വീടും ആ വീട്ടിലുള്ള സാധനങ്ങളും കരിഞ്ഞു പോകുന്നതിനെ തൊട്ട്, അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ കോപമുണ്ടാകുന്നതിനെ തൊട്ട്, അസൂയയെ തൊട്ട്, കണ്ണേറിനെ തൊട്ട്, കള്ളൻ്റെ ഷർറിനെ തൊട്ട്, ബിസിനസ്സിൽ നഷ്ടം വരുന്നതിനെ തൊട്ട്, കച്ചവടത്തിൽ നഷ്ടം വരുന്നതിനെ തൊട്ട് അള്ളാഹു കാക്കുന്നതാണ്. മാത്രമല്ല അവൻ മരിച്ചു കഴിഞ്ഞാൽ, മൗലിദ് ഓതിയ ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അള്ളാഹു മുൻകർ നക്കീർ അലൈഹിസ്സലാത്തു വസ്സലാം, അതായത് ഖബറിൽ ചോദ്യം ചെയ്യുന്ന മുൻകർ നക്കീർ, അവരുടെ ചോദ്യം എളുപ്പമാക്കി കൊടുക്കുന്നതാണ്. മാത്രമല്ല പ്രത്യേകമായ ഒരു സ്ഥാനം അല്ലാഹു അവനിക്ക് സ്വർഗത്തിൽ കൊടുക്കുന്നതാണെന്നൊക്കെ ഒരുപാട് മഹത്തുക്കൾ നമുക്ക് പഠിപ്പിച്ചു തരുകയാണ്. മഹാനായ വലിയ രാജാവായിരുന്നു, അല്ലെ, അമീറുൽ മുഅ്മിനീൻ ഹാറൂൺ റഷീദ് രാജാവിൻ്റെ കാലത്ത് ഒരു യുവാവുണ്ട്, ഒരു ചെറുപ്പക്കാരൻ. ഭയങ്കര ഇസ്രാഫാണ്, അമിതവ്യയമാണ്. എപ്പോഴും പൈസ ഇങ്ങനെ ചിലവഴിച്ചുകൊണ്ടിരിക്കും, വേണ്ടതിനും വേണ്ടാത്തതിനും ചിലവഴിച്ചുകൊണ്ടിരിക്കും. പക്ഷേ അങ്ങനെ ചിലവഴിക്കുന്നത് കൊണ്ട് തന്നെ ആളുകൾക്ക് ഇയാളെ കണ്ണെടുത്താൽ കണ്ടുകൂടാ, ആളുകൾക്ക് ഭയങ്കര വെറുപ്പായി മാറി. ഇയാൾക്കൊരു നല്ല ഗുണമുണ്ട്, എന്തെന്ന് വെച്ചാൽ റബീഉൽ അവ്വൽ മാസമായാൽ ഇയാൾ എന്ത് ചെയ്യും? ഇയാളുടെ പൈസ പിന്നെ ലാഭിച്ചാണ്. അയാൾ എന്ത് ചെയ്യും? ആളുകളെയൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് എല്ലാവർക്കും വലിയ സദ്യ കൊടുക്കും, എല്ലാവർക്കും നല്ല ഭക്ഷണം കൊടുക്കും. എന്നിട്ടോ പ്രത്യേകമായി മൗലിദിൻ്റെ സദസ്സ് സംഘടിപ്പിക്കും. ഇയാൾ തന്നെ നല്ല വസ്ത്രം ധരിക്കും, നല്ല സുഗന്ധം ഉപയോഗിക്കും, ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കും, മൗലിദിൻ്റെ സദസ്സ് സംഘടിപ്പിക്കും. അങ്ങനെയായി റബീഉൽ അവ്വൽ മാസമാകുമ്പോൾ ഇയാൾ ഇങ്ങനെ ചെയ്യും. പിന്നെ ബാക്കിയുള്ള മാസങ്ങളിലൊക്കെ ഇങ്ങനെ ദൂർത്തടിച്ച് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഇയാൾ മരണപ്പെട്ടിട്ട് ഇയാളിങ്ങനെ ദൂർത്തടിക്കുന്നത് കൊണ്ട് ഇയാളുടെ ജനാസ സംസ്കരണത്തിൽ പല ആളുകളും പങ്കെടുത്തില്ല, ആളുകൾ വളരെ കുറവായിരുന്നു. ആ സമയത്ത് ആകാശത്ത് നിന്ന് ഒരു അശരീരി കേട്ടുന്നാണ്, എന്ത്? യാ അഹ്ല ബസറ വഷ്ഹദു ജനാസത വലിയ്യിൻ മിൻ ഔലിയാ ഇല്ലാഹി തആല ഫഇന്നഹു അസീസുൻ ഇൻദീ. വല്ലാത്തൊരു അശരീരിയാണ്. എന്താണ് ആ ശരീരിയിൽ പറയുന്നത്? ഓ ബസറക്കാരെ, അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരിൽപ്പെട്ട ഒരു ഔലിയാ അദ്ദേഹം മരണപ്പെട്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ ജനാസയുടെ അടുക്കൽ നിങ്ങൾ ഹാജരാവുക. അദ്ദേഹം അള്ളാഹുവിൻ്റെ അടുക്കൽ, എൻ്റെ അടുക്കൽ വളരെയധികം മാന്യനാണ്. ഒരുപക്ഷെ നിങ്ങളുടെ അടുക്കൽ അദ്ദേഹം മോശക്കാരനാണെങ്കിലും എൻ്റെ അടുക്കൽ അദ്ദേഹം മാന്യനാണ്, പ്രമാണിയാണ്. അങ്ങനെ ജനങ്ങളെല്ലാവർക്കും മനസ്സിലായി ആ ചെറുപ്പക്കാരനെ പറ്റിയാണ് ഈ അശരീരി കേട്ടത്. ജനങ്ങളെല്ലാവരും അങ്ങോട്ട് കടന്നു ചെന്നു. എന്നിട്ട് അയാളെ നല്ല രൂപത്തിൽ ആ മനുഷ്യനെ കബറടക്കി അദ്ദേഹത്തിന് വേണ്ടി നിസ്കരിച്ചു, ദ്വാരന്നു എന്നാണ്. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ ചെറുപ്പക്കാരൻ്റെ ഒരു കൂട്ടുകാരൻ ഇദ്ദേഹത്തെ സ്വപ്നം കണ്ടപ്പോൾ ഇയാൾ വലിയ മെത്തയിലെ സുഖ ആഡംബരങ്ങളോടുകൂടി കഴിയുന്നു. ആ സമയത്ത് ചോദിച്ചു, നിനക്കെങ്ങനെയാണ് ഇത്ര വലിയ സ്ഥാനം കിട്ടിയത്? ആ സമയത്ത് ആ മനുഷ്യൻ പറഞ്ഞത്, അത് പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം കടന്നു വരുമ്പോൾ ഞാൻ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ആ മൗലിദ് കഴിക്കാൻ വേണ്ടി ഞാൻ ചെലവഴിച്ച പൈസയുണ്ടല്ലോ, ഞാൻ ആ മൗലിദ് കഴിക്കാൻ വേണ്ടി ജനങ്ങളെ വിളിച്ചിട്ട് ഭക്ഷണം കൊടുത്തല്ലോ, ഞാൻ ഒരുപാട് അതിനു വേണ്ടി കഷ്ടപ്പെട്ടല്ലോ, ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് അള്ളാഹു എനിക്ക് ഈ വലിയ പ്രതിഫലങ്ങൾ തന്നതെന്ന് ആ മനുഷ്യൻ പറയുകയാണ്.
അല്ലേ? പരിശുദ്ധമായ മൗലിദിന്റെ സദസ്സിന്റെ പ്രത്യേകത അള്ളാഹുവെ എത്ര തന്നെ പറഞ്ഞാലും നമുക്ക് മതിയാവില്ല, അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച ആ ഒരു സന്തോഷം നമ്മുടെ മനസ്സിലുണ്ടാവണം. നബിതങ്ങൾ ജനിച്ച് ഈ മാസത്തിലാണ് നബിതങ്ങൾ ജനിച്ചത്, ആ ഒരു ചിന്തയിൽ നമ്മുടെ മനസ്സിൽ ഒരു സന്തോഷം വന്നാൽ തന്നെ അള്ളാഹു തആല നമ്മുടെ ശരീരത്തെ നരകത്തിൽ നിന്നും മോചിപ്പിക്കുമെന്ന് പോലും പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. മഹാനായ ഇമാം സുബുക്കി തങ്ങൾ പറയുന്ന ഒരു സംഭവം കാണാം. കുറേ ഉലമാക്കൾ ഇരുന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി ഇങ്ങനെ പുകഴ്ത്തി പറയുകയാ. നബിതങ്ങളെ പറ്റി ഇങ്ങനെ പുകഴ്ത്തി പറയുന്നതിൻ്റെ ഇടയിൽ ഒരാൾ നബിതങ്ങളെ പറ്റി ഇങ്ങനെ പാട്ടുപാടി, നബിതങ്ങളെ പറ്റിയിട്ട് ഇങ്ങനെ ബൈത്ത് പാടിയപ്പോൾ ആ കൂട്ടത്തിൽ എല്ലാവരും എഴുന്നേറ്റ് നിന്നു. എഴുന്നേറ്റ് നിന്നപ്പോൾ ആ എഴുന്നേറ്റ് നിന്ന ആളുകൾക്ക് എല്ലാവർക്കും വലിയ രൂപത്തിൽ ആത്മീയമായ ഉന്നതി കിട്ടിയെന്ന് മഹാനായ ഇമാം സുബുക്കി തങ്ങൾ പറയുന്നുണ്ട്. ഈ ചരിത്രം എടുത്തിട്ടാണ് നമ്മൾ ഈ അശ്റക ബൈത്ത് ഉണ്ടല്ലോ, അശ്റകൽ ബദറു അലൈനാ ഫഖദഫത് മിൻഹുൽ ബുദൂർ مثل حسنك ما رأينا قط يا وجه سروري يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم ഈ അശ്റക ബൈത്ത് ഉണ്ട്. ഈ അശ്റക ബൈത്ത് നമ്മൾ ഓതുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുകയാണ്. കാരണം നബിതങ്ങളെ പറ്റി പറയും, നബിതങ്ങൾ ഇങ്ങനെ കടന്നു വരുന്നുണ്ട്, നബി ഇങ്ങനെ വരികയാണ് ഞങ്ങളുടെ കിടയിലേക്ക്. അപ്പോൾ എത്രമാത്രം അതബോടുകൂടി എഴുന്നേറ്റ് നിൽക്കുമോ അതേ രൂപത്തിൽ നമ്മൾ എഴുന്നേറ്റ് നിൽക്കുകയാണ്. അങ്ങനെ എഴുന്നേറ്റ് നിൽക്കണമെന്നാൽ അത് വലിയ ആ സദസ്സിനോട് കാണിക്കുന്ന, മുത്തുനബിയോട് കാണിക്കുന്ന വലിയൊരു മര്യാദയാണ്. ഇമാം സുബുക്കി തങ്ങൾ പറയുന്നു, അങ്ങനെ എഴുന്നേറ്റ് നിന്ന് ചൊല്ലിയവർക്ക് ആത്മീയമായ വലിയ ഉന്നതി കിട്ടിയെന്നാൽ. മഹാനായ ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ പറയുന്നു, എല്ലാ അദബുകളും പാലിച്ച് എല്ലാ തവറുക്കിൻ്റെ ഇരുത്തം, അതായത് ഈ ചമ്പളം പടിഞ്ഞിരിക്കരുത്. ഈ മൗലിദ് ഓതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. മൗലിദിൻ്റെ സദസ്സ് ശ്രദ്ധിക്കേണ്ട ചില അദബുകളുണ്ട്. ഒന്നാമതായി വുളുവോടുകൂടി ഇരിക്കുക, അതൊരു അദബാണ്, മര്യാദ. വുദു ഉണ്ടായിരിക്കുക. സുഗന്ധം പൂശുക, രണ്ടാമത്തേത് സുഗന്ധം പൂശുക. മൂന്നാമത്തേത് അച്ചടക്കത്തോടു കൂടി ഇരിക്കുക. അച്ചടക്കത്തോടു കൂടി എന്ന് പറഞ്ഞാൽ അശ്രദ്ധമായി അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി അങ്ങനെ ഇരിക്കരുത്. നാലാമത്തേത് മറ്റ് സംസാരങ്ങൾ പാടില്ല. മൗലിദ് ഓതുന്ന സമയത്ത് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും സംസാരിക്കാൻ പാടില്ല. അഞ്ചാമത്തേത് മൗലിദ് കിതാബ് നോക്കി ഓതുക, അത് വലിയ ഒരു ബർക്കത്താണ്. അതുപോലെ തന്നെ ഇരിക്കുന്ന സമയത്ത് തവറുക്കിൻ്റെ ഇരുത്തം, അതായത് നമ്മൾ അത്തഹിയാത്തിലിരിക്കില്ല, ഒന്നുകിൽ ഒന്നാമത്തെ അത്തഹിയാത്തിലോ രണ്ടാമത്തെ അത്തഹിയാത്തിലോ ഇരിക്കുന്നത് പോലെ ഇരിക്കുക, അല്ലാതെ ഈ ചമ്പളം പടിഞ്ഞ് ചമ്പളക്കുട്ടി അങ്ങനെ ആ ഒരു രൂപത്തിൽ ഇരിക്കാതിരിക്കുക. അതുപോലെ തന്നെ ഏഴാമതായി ഒജീനം കൊടുക്കുക, അല്ലേ? അത് മൗലിദ് കഴിഞ്ഞിട്ടൊരു ഒരു ചീരണി, അതൊരു വലിയ റാഹത്താണ്. അതുപോലെ തന്നെ എട്ടാമത്തേത് പേര് കേൾക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലുക. പിന്നെയോ ഒൻപതാമതായി പറയുന്നു, പുരുഷന്മാര് തലപ്പാവ് ധരിക്കുക, അല്ലെങ്കിൽ തലമറക്കുക, തൊപ്പി ധരിക്കുക, തലമറച്ചിട്ടിരിക്കുക മൗലിദിന്റെ സദസ്സിൽ. ഒൻപതല്ല, ഒരുപാട് അദബുകളുണ്ട്, അതൊക്കെ ഒന്ന് പാലിക്കുക. ഒരു മനുഷ്യൻ ഇപ്രകാരം വുദുവോടുകൂടി തലപ്പാവ് ധരിച്ച്, അതായത് തലമറച്ച് അത്തർപൂശി തവറക്കിൻ്റെ ഇരുത്തം ഇരുന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദിൽ പങ്കെടുത്താൽ അയാൾ ഈമാൻ കൊണ്ട് വിജയിച്ചവനാണെന്ന് മഹാനായ ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ പറയുകയാണ്. അതുപോലെ തന്നെ വലിയ മഹാനാണല്ലോ, വലിയ സൂഫിയായ ആളാണ്, വലിയ സ്വാത്വികനായ മനുഷ്യനാണ് മഹാനായ മഅറൂഫുൽ ഖർഖി റളിയല്ലാഹു തആല അൻഹു. മഹാനവറുകൾ പറയുകയാണ്, ആരെങ്കിലും അല്ലാഹുവിൻ്റെ റസൂൽ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദ് ഓതാൻ വേണ്ടി ഒരു സദസ്സിൽ ഒരുമിച്ച് കൂടി എന്നിട്ടോ അവിടെ നല്ല രൂപത്തിൽ മൗലിദ് ഓതി, അതുപോലെ തന്നെ ആ മൗലിദിൽ പങ്കെടുത്ത ആളുകൾക്ക് വേണ്ടി അയാൾ ഭക്ഷണം തയ്യാറാക്കി ആ സദസ്സ് അയാൾ അലങ്കരിച്ചു, അയാൾ നല്ല വസ്ത്രം ധരിച്ചു, അതുപോലെ തന്നെ സുഗന്ധം പൂശി, അതുപോലെ തന്നെ ആ സദസ്സിൽ എല്ലാവരെയും അച്ചടക്കത്തോടു കൂടി ഇരുത്തിയിട്ട് മൗലിദ് ഓതി കഴിഞ്ഞ് പിരിഞ്ഞിട്ട് അവിടെ ഭക്ഷണം കൊടുത്തു എങ്കിൽ ഈ മനുഷ്യൻ ആരാണ്? നാളെ ആഖിറത്തിൽ വരുമ്പോൾ ഖിയാമത്ത് നാളിൽ ഇയാൾ നബിമാരുടെ കൂടെ ഉണ്ടാകും. അതായത് ലോകത്ത് അല്ലാഹു തആല ഒരുപാട് പദവികൾ നൽകിയ ആളുകളാണ് പ്രവാചകന്മാർ.
ആ പ്രവാചകന്മാർക്ക് കൊടുക്കുന്ന പദവികളിൽ ഒന്ന് ആ ഒരു വലിയ സ്ഥാനം ഇയാൾക്കും കൊടുക്കുന്നതാണ് എന്ന് മഹാനായ മഅറൂഫുൽ ഖർഖി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്. പിന്നെയോ ഒരുപാട് ഇമാമുമാർ ഈ മൗലിദ് ഓതുന്ന സദസ്സിൽ ഒരാൾ നല്ല രൂപത്തിൽ ഭക്ഷണം കൊടുക്കുന്നു, അതായത് ചീരണി കൊടുക്കൂലേ നമ്മുടെ പള്ളിയിൽ. പ്രത്യേകം ഉമ്മമാർ ശ്രദ്ധിക്കണം, റബീഉൽ അവ്വൽ 1 മുതൽ 12 വരെ എന്തെങ്കിലും ഒരു അലുവ കഷ്ണമോ അല്ലെങ്കിൽ കുറച്ച് ഈത്തപ്പഴം പൊരിച്ചതോ അല്ലെങ്കിൽ ഉന്നക്കായ പൊരിച്ചതോ എന്തെങ്കിലും ഒരു ചീരണി നിങ്ങളുടെ അടുത്തുള്ള പള്ളിയിലേക്ക്, തൈക്കാവിലേക്ക് അല്ലെങ്കിൽ പള്ളിയിലേക്ക്, മൗലിദ് നടക്കുന്ന സദസ്സിലേക്ക് നിങ്ങളുടെ വകയായിട്ട് എന്തെങ്കിലും ഒരു ചീരണി നിങ്ങൾ കൊടുത്താൽ, ഇവിടെ മഹാനായ ഇമാം യാഫിഈ തങ്ങൾ പറയുകയാണ്, മൗലിദിൻ്റെ സദസ്സിൽ ഒരു മനുഷ്യൻ ഒരു ഒജീനം ചീരണി ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ അതിലേക്ക് അവിടെ കൂടിയിരിക്കുന്ന ആളുകൾക്ക് ഒരു സന്തോഷം ഉണ്ടാവാൻ വേണ്ടി എന്തെങ്കിലും ഒരു ഭക്ഷണ സാധനം വിതരണം ചെയ്താൽ അയാൾക്ക് നാളെ അള്ളാഹു ശുഹദാക്കളുടെ കൂടെ, സ്വാലിഹീങ്ങളുടെ, സിദ്ദീഖീങ്ങളുടെ കൂടെ അള്ളാഹു തആല അയാൾക്ക് സ്വർഗത്തിൽ ആ മഹ്ശറയിൽ ഉന്നതമായ സ്ഥാനം നൽകുമെന്ന് പോലും മഹാനവറുകൾ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് മഹത്തുക്കൾ ഈ മൗലിദ് ഓതുന്ന സദസ്സിനോട് കാണിക്കേണ്ട മര്യാദ, മൗലിദ് സദസ്സിൽ ഇരിക്കേണ്ട രൂപം എങ്ങനെ, അവിടെ പാലിക്കേണ്ട അദബ് എങ്ങനെ, മഹാനായ ഇമാം സിരിയി സിദ്ദീഖി തങ്ങൾ, അതുപോലെ തന്നെ മഹാനായ സുൽത്താനുൽ ആരിഫീൻ ജലാലുദ്ദീൻ സുയൂത്തി തങ്ങൾ അൽ വസായിൽ എന്ന കിതാബിലെ ഒരുപാട് കണ്ട് ഈ അതായത് റഹ്മത്തിന്റെ മലക്കുകൾ ഒരുമിച്ച് കൂടുന്ന സദസ്സാണ് മൗലിദിന്റെ സദസ്സ്. പ്രത്യേകിച്ച് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം, മീകായിൽ അലൈഹിസ്സലാം, അസ്രായിൽ അലൈഹിസ്സലാം, ഇസ്രാഫീൽ അലൈഹിസ്സലാം തുടങ്ങി 4 പ്രധാനപ്പെട്ട മലക്കുകൾ ഉൾപ്പെടെ ഈ ഒരു മൗലിദിന്റെ സദസ്സിൽ കടന്നു വരും. അതുകൊണ്ട് അവിടെ മര്യാദയോടുകൂടി അദബ് പാലിച്ചിരിക്കണം. കാരണം മലക്കുകളുള്ള സദസ്സാണ്. അതുകൊണ്ട് മൗലിദിന്റെ സദസ്സ് പുണ്യമുള്ള സദസ്സാണ്. അവിടെ നല്ല രൂപത്തിൽ ഇരിക്കണം. ഇരുന്നാൽ സ്വർഗത്തിൽ ഇരിക്കുന്നത് പോലെയാണ് എന്നൊക്കെ മഹാനായ ഇമാം സുയൂത്തി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇമാം സുബുക്കി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ഇമാമുമാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എല്ലാം വ്യക്തമായി ഓരോന്ന് പറയാൻ നമുക്ക് സമയമില്ല. ഇൻഷാ അല്ലാഹ് മറ്റൊരവസരത്തിൽ പറയാം. അപ്പം മൗലിദിൻ്റെ സദസ്സ് അതെങ്ങനെയാണ് രൂപപ്പെടുത്തേണ്ടത്, എങ്ങനെയാണ് മൗലിദ് ഓതേണ്ടത്, മൗലിദിൻ്റെ സദസ്സ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ മൗലിദ് ഓതിയാൽ കിട്ടുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ് വിശദമായി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് മങ്കൂസ് മൗലിദ് ഓതേണ്ട രൂപം, മങ്കൂസ് മൗലിദ് ആയിരിക്കില്ല നമ്മുടെ ഭൂരിഭാഗം വീടുകളിലൊക്കെ പള്ളികളിലും ഓതുന്നത്, അത് ഓതേണ്ട രൂപം എങ്ങനെയാണെന്ന് നമുക്ക് ഇൻഷാ അല്ലാഹ് മറ്റൊരവസരത്തിൽ വിശദമായിട്ട് പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ മൗലിദിൻ്റെയൊക്കെ പുണ്യം മുഴുവനായും കരസ്ഥമാക്കാനുള്ള തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരുപാട് പേര് നമ്മളോട് ദുആരക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി ദുആരക്കുന്നുണ്ട്. അല്ലാഹു തആല നമ്മുടെ ഈ മജ്ലിസിലൊക്കെയുള്ള ദുആകൾ അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. എല്ലാ നന്മകളും അല്ലാഹു നമുക്ക് നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.